കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ മാതാപിതാക്കളെ സന്ദർശിച്ച് മഹാരാഷ്ട്ര മന്ത്രി സഞ്ജയ് ഷിർസാദ്. ന്യൂദില്ലിയിൽ ചികിത്സയിൽ കഴിയുന്ന അഭിജിത്തിന് മഹാരാഷ്ട്രയിൽ തിരിച്ചെത്തിയാൽ ഔദ്യോഗിക സുരക്ഷ നൽകണമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. 37 ദിവസം നീണ്ടുനിന്ന ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം അവസാനിപ്പിച്ചതിന് പിന്നാലെ അഭിജിത്ത് ദീപ്കെ ടൈഫോയിഡ് ബാധയെ തുടർന്ന് ന്യൂഡൽഹിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അഭിജിത്ത് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ തിരിച്ചെത്തുമെന്നാണ് വിവരം. CJP നേതാവിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഔദ്യോഗിക സുരക്ഷാ പരിരക്ഷ നൽകണമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോട് ആവശ്യപ്പെടുമെന്ന് മഹാരാഷ്ട്ര മന്ത്രി സഞ്ജയ് ഷിർസാദ് പറഞ്ഞു. ഛത്രപതി സംഭാജി നഗറിൽ അഭിജിത്തിന്റെ വീട്ടിലെത്തിയാണ് മന്ത്രി മാതാപിതാക്കളെ കണ്ടത്. മഹായുതി സർക്കാരിൽ നിന്ന് അഭിജിത്തിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കുന്ന ആദ്യ നേതാവാണ് സഞ്ജയ് ഷിർസാദ്. അഭിജിത്തിന്റെ ആരോഗ്യനില അന്വേഷിക്കാനാണ് എത്തിയതെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ മന്ത്രിയുടെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്ന് അഭിജിത്തിന്റെ പിതാവ് ഭഗവാൻ ദീപ്കെ പ്രതികരിച്ചു. പ്രതിഷേധത്തിനിടെ നിരവധി നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഗാർഡിയൻ മന്ത്രി നേരിട്ടെത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിരുന്നുവെന്നും ദിപ്കെ കൂട്ടിച്ചേർത്തു. CJP സമരത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചെന്നാണ് സഞ്ജയ് ഷിർസാദിന്റെ ആരോപണം. അതേസമയം വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ രാഷ്ട്രീയ പുനരുജ്ജീവനത്തിനായി താക്കറെ കസിൻസ് ഉപയോഗിക്കുകയായിരുന്നുവെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആരോപിച്ചു. सेलिब्रेशन करता काहीतरी कारण मिळालं याचा मला आनंद आहे आणि आम्ही देखील आनंदी आहोत. शेवटी अशा प्रकारचे जे प्रश्न असतात हे कुठल्या व्यक्तीचे कुठल्या पक्षाचे प्रश्न नसतात. മഹായുതി സർക്കാരിന്റെ പ്രതിച്ഛായക്കേറ്റ വലിയ തിരിച്ചടിയായിരുന്നു ജന്തർ മന്ദറിന് സമാനമായി മുംബൈയിലും അരങ്ങേറിയ യുവജന പ്രക്ഷോഭം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.